ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി 441 പേരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കും. ഇതിന്റെ വിശദ വിവരങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. ആക്ഷേപങ്ങൾ അറിയിക്കാൻ 15 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ടിന് ശേഷമാണ് ഇപ്പോൾ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുള്ളത്. ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വിജ്ഞാപനം അത് വൈകിയതിലടക്കം നേരത്തെ ചില വിമർശനമടക്കമുള്ള കാര്യങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. 441 ഉടമകളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കുക. ആക്ഷേപങ്ങൾ അറിയിക്കാൻ 15 ദിവസം സമയവും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ഒന്നടങ്കം എതിരല്ലെന്നും കൃത്യമായ നഷ്ടപരിഹാരം, സമയബന്ധിത പുനരധിവാസം എന്നിവ പ്രതീക്ഷിച്ചാണ് ഭൂരിപക്ഷം ജനങ്ങളും പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇക്കാര്യത്തിലെ വിദഗ്ധ സമിതി റിപ്പോർട്ട്. ഉന്മേഷം. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്.